what are the different type of optimization? Function preserving optimization ഏതൊക്കെയാണ്? കൃഷ്ണരാജ്, കൃഷ്ണരാജ്, ഏതൊക്കെയാണ് ഫങ്ഷൻ പ്രിസർവിംഗ് ഓപ്റ്റിമൈസേഷൻ? കൃഷ്ണരാജിന് അറിയില്ല ആൻസർ? Common sub expression elimination, copy propagation, dead code elimination, constant folding. Okay, so these are the different type of optimization. Okay, then loop optimization le varunathu edikana? Code motion. Next, Madhav, induction variable elimination. Reduction in strength. Reduction in strength. Okay, so ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ട്രീയുടെ ഒരു കോഡ് എടുത്തിട്ട് അതിൻ്റെ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ബേസിക് ഫ്ലോ ഗ്രാഫ് ജനറേറ്റ് ചെയ്യാം, പ്ലസ് ഈ റിഡക്ഷൻസും ഈ എലിമിനേഷൻസും പെർഫോം ചെയ്യാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഒരു പെർട്ടിക്കുലർ അറേയുടെ ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ വരുവാണെങ്കിൽ, അതായത് ഇഫ് അവർ അസൈൻമെന്റ് ഓപ്പറേറ്റർ if there is an assignment operation using array ആണെന്ന് വെച്ചോ, a of I നെ ഇതിലേക്ക് x ലേക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ, ബോർഡ് കാണാമോ നമുക്ക്? ഓക്കെ, സോ ഫസ്റ്റ് ഇതിന്റെ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് ഇതിന്റെ 3 അഡ്രസ് കോഡാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഇസ് ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമൈൻ ദി ഇൻഡെക്സ് ഓഫ് ദിസ് array. ദാറ്റ് ഇസ് t1 is equal to 4 into I. Here 4 which represents the എന്താണ് അതിന്റെ സൈസിനെയാണ്. ഇൻറ്റീജർ ആണെങ്കിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. സോ 4 into I പെർഫോം ചെയ്യാം. ദെൻ എക്സിലേക്ക് എന്ത് അസൈൻ ചെയ്യുക? a of t1. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഏതിന്റെ 3 അഡ്രസ് കോഡ്? ഈ അസൈൻമെന്റ് ഓപ്പറേഷന്റെ 3 അഡ്രസ് കോഡ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ അത്? It is clear or not? Merle? Okay. Now you can consider ഒരു പെർട്ടിക്കുലർ ക്വിക്ക് സോർട്ടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് പറയാം. ഒരു സെക്കൻഡ്.
നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ അവോയ്ഡ് ക്വിക്ക് സോർട്ട് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം എഴുതുക, അല്ലെങ്കിൽ ആ ഫ്രാഗ്മെന്റ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ, അത് തൊട്ട് ഫ്രാഗ്മെന്റ് എൻഡ് എന്നുള്ളത് വരെ എഴുതിയാലും മതി. ഓക്കെ, ഓക്കെ, കോപ്പി ചെയ്തോ നിങ്ങൾ? ഇച്ചിരി കൊടുത്തോളൂ, അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് റാക്കേല്. അർജുൻ ബിച്ചു പിച്ചു ഓക്കെ. സോ ഇതില് നമുക്ക് എന്താ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫ്രാഗ്മെന്റ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ലേ, അത് തൊട്ട് ഫ്രാഗ്മെന്റ് എൻഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരെയുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ഫ്രീ അഡ്രസ് കോഡായിട്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഞാനേ ഇപ്പൊ കേറിയതേ ഉള്ളായിരുന്നു മിസ്സേ, അതുകൊണ്ട് അറിയില്ല. അത് ഞാൻ കേട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചോട്ടെ അതിൻ്റെ അടുത്ത്. ഓക്കെ, നെക്സ്റ്റ് അഭിജിത്ത്. അഭിജിത്ത് ഇല്ല. അക്ഷര, അഞ്ജലി, അഞ്ജലി. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഫ്രീ അഡ്രസ് കോഡായിട്ട് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്ക്രീൻ അല്ല, ആ പ്രോഗ്രാമില്, ആ തന്നിട്ടുള്ള പ്രോഗ്രാമില് ആ ഫ്രാഗ്മെന്റ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് തൊട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? ഫ്രീ അഡ്രസ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? I is equal to m-1 അല്ലേ? അപ്പം ഫസ്റ്റ് ഫ്രീ അഡ്രസ് കോഡ് എന്ന് പറയുന്നത്
എന്താണ് I is equal to m minus 1. ഓക്കെ, അതെ. ഒന്ന് എഴുതിക്ക്, നമ്പർ വൈസ് എഴുതുക. അതായത് 1 2 3 എന്ന് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് അപ്പൊ എന്തായിരിക്കും? സെക്കൻഡ് സ്റ്റെപ്പ് ജെയുടെ j equal to n. തേർഡ് സ്റ്റെപ്പ് v equal to a of n. v is equal to a of n നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞായിരുന്നല്ലോ എന്താണ് അറേയുടെ കേസിലാണെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യണം. ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമൈൻ ദി ഇൻഡെക്സ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എന്നാ അറേയുടെ സൈസ് n അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? മനസ്സിലായില്ല. ലിസൺ, ആ ഫ്രാഗ്മെന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? എവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് തൊട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് I is equal to m minus 1, j is equal to 1. ആ സ്റ്റേറ്റ്മെന്റ് തൊട്ടാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? 3 അഡ്രസ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മൊത്തം പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഫ്രാഗ്മെന്റ് ബിഗിൻസ് തൊട്ട് വി ഹാവ് ടു കൺസിഡർ സ്റ്റിൽ എന്താണ് ആ ഫ്രാഗ്മെന്റ് എൻഡ് വരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് വി നീഡ് ടു കൺവേർട്ട് ടു 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം ആണ്, ദാറ്റ് ഇസ് I is equal to m minus 1. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? j is equal to m. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് എന്താ തന്നിട്ടുള്ളത്? ഇറ്റ് ഇസ് v is equal to a of n ആണ്. സോ a of n എന്താ? a of n അല്ലേ? സോറി, v is equal to a of n. സോ a of n ആണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമൈൻ എന്താണ് അതിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ t1 is equal to 4 into n. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർത്ത് സ്റ്റെപ്പ് ഇസ് v is equal to a of t1. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഏത് സ്റ്റേറ്റ്മെന്റ്സ് കൺവേർട്ട് ചെയ്തപ്പോൾ I is equal to m minus 1, j is equal to n, v is equal to a of n കൺവേർട്ട് ചെയ്തപ്പോൾ. ഓക്കെ, ദെൻ നമുക്കൊരു വൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബിഗിൻ ചെയ്യുന്നത്. ബട്ട് വൈൽ സ്റ്റേറ്റ്മെന്റ് ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിട്ടുള്ളത്? I is equal to I plus 1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ഇസ് I is equal to I plus 1. സോ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ആണെങ്കിൽ എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? എന്താ ചെക്ക് ചെയ്യേണ്ടത്? കണ്ടീഷൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? a of I less than b ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ a of I എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? വി നീഡ് ടു കാൽക്കുലേറ്റ് t2 is equal to 4 into I. Then the seventh step we need to calculate എന്താണ്? t3 കാൽക്കുലേറ്റ് ചെയ്യുക. t3 എന്ന് പറയുന്നത് എന്താണ്? a of t2 ഏതിലേക്ക് അസൈൻ ചെയ്യുന്നു? a of I is assigned to a temporary variable, that is t3. okay, is it clear? ഇത് ക്ലിയർ ആണോ ഇല്ലേ? ഏതാ റിപ്പീറ്റ് ചെയ്യാൻ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഞാൻ ഈ ഫസ്റ്റ് 4 സ്റ്റെപ്പ് മായ്ക്കാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് തൊട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഓക്കെ, സോ ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് വൈൽ ഡു ഓഫ് I is equal to I plus 1. സോ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് I equal to I plus 1. സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് എന്താണ്? വെദർ a of I less than b ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഒരു അറേ അതായത് a of I എന്ന് ഒരു ഇൻഡെക്സ് വരുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് എന്താണ് അതിന്റെ ഇൻഡെക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് 4 into I. ദെൻ വി നീഡ് ടു ഫൈൻഡ് എന്താണ് a of t2. നോർമലി നമ്മൾ എന്താ ചെയ്യുക? a of t2 എന്നായിരിക്കും അതിനെ പറയുന്നത്. ഓക്കെ, സോ a of t2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്താണ്? Here we can assign a of t2 to another variable, let it be
T3. ഓക്കെ, റീസൺ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളതാണ്. സോ ഫോർ ദാറ്റ് ഹിയർ വി ഹാവ് പക്ഷെ അസൈൻഡ് അത് ഐക്കകത്ത് കൊടുത്താ പോരെ? എന്താണ് ഈ T3ക്ക് പകരം I is equal to A of T2 എന്ന് പറ്റില്ലേ? I is equal to A of T2. I is equal to A of T2. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മിസ് നേരത്തെ മറ്റേ A of V വന്ന A of N അല്ല, വന്നപ്പോൾ അതില് അസൈൻമെന്റ് ഉണ്ട്. B is equal to A of N ആയിരുന്നു. അതുകൊണ്ടാണ് B എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്തത്. ഓക്കെ മനസ്സിലായി. ഓക്കെ, സോ ഹിയർ നെക്സ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് A of I ലെസ് ദാൻ B ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടത് അവിടെ ഒറ്റ ഒരു വേരിയബിൾ ആയിട്ടാണ് വേണ്ടത്. സോ ദാറ്റ് എന്ത് ചെയ്തു, ഞാൻ ഇതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അസൈൻ ടു വേരിയബിൾ T3. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ചെക്ക് ദ കണ്ടീഷൻ. ഇറ്റ് ഈസ് while A of I less than B. ഓക്കെ, സോ ഇവിടെ while ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ എഴുതുക? if T3 ലെസ് ദാൻ B ആണെങ്കിൽ then go to ഏത് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം? go to do while ആണ്. if it is true ആണെങ്കിൽ ഏത് സ്റ്റെപ്പിലേക്ക് ആയിരിക്കും മൂവ് ചെയ്യുന്നത്? ഫിഫ്ത്തിലോട്ടല്ലേ? Yeah, it moves to 5. Go to 5. Okay, is it clear? Clear ആയോ ഇത്? മനസ്സിലായി. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ഒന്ന് എഴുതിക്കേ. നെക്സ്റ്റ് നയൻത്ത് സ്റ്റെപ്പ് എനിക്ക് ആരെങ്കിലും പറയാമോ? സാന്ദ്ര? ഒന്ന് പറഞ്ഞ നയൻത്ത് സ്റ്റെപ്പ് എന്താണ്? J equal to J minus 1. J is equal to J minus 1. Then 10th step. While loop ആയിരുന്നു. അടുത്തത് while loop. While loop. While loop ആണെങ്കിൽ T4 equal to 4 into J. T4 is equal to 4 into J. Then T5 is equal to A of T4. T5 is equal to A of T4. Then if വരും. if T5 less than T5 greater than V ആണെങ്കിൽ greater than V ആണ്. go to 9. Go to 9. That's go to 9. Okay, so what's the next step? Marilyn, what's the next step? If statement അല്ലേ? if statement ആണ്. കണ്ടീഷൻ തന്നെയാ തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? if I greater than ഈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ എവിടെയാ മൂവ് ചെയ്യേണ്ടത്? ബ്രേക്ക് എന്ന് പറയുമ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്കാണ് വരേണ്ടത്. വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ശരിക്കും എക്സ്, അതായത് ആ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം വരുന്ന എക്സിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ഓഫ് എക്സ്, അത് ബിഗിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നമ്പർ ആണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അത് ഏത് നമ്പറാണ് നമുക്ക് അറിയില്ല തൽക്കാലം. സോ വി ക്യാൻ തൽക്കാലം ഇവിടെ നമുക്ക് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടാം. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതി തുടങ്ങുമ്പോൾ ആ നമ്പർ ഇവിടെ നമുക്ക് എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 13. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സ്റ്റെപ്പ് നമ്പർ 14? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അരവിന്ദ്? അരവിന്ദ്? Sir, പറഞ്ഞോ. വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്? x equal to x equal to T2. X equal to T2. മനസ്സിലായില്ല. x equal to T3. അങ്ങനെ x equal to T3 എന്ന് കൊടുക്കാൻ പറ്റുമോ? അല്ല, ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ,
അതായത് ശരിക്കും ഇവിടെ ഇപ്പം എങ്ങനെയാ ചെയ്യുക? ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ. എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഐക്കുള്ള ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ എക്സിലേക്ക് അസൈൻ ചെയ്യുക. ഓക്കെ, എക്സിലേക്ക് അസൈൻ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതും അതിന്? സ്റ്റെപ്പ് നമ്പർ 14. അരവിന്ദ്, ഹലോ സർ. ആ ഹലോ. പറഞ്ഞോ ആൻസർ. TU equal to T6 equal to T6 equal to 4 star I. 4 into I. Then next step. T6 equal to T6 ആണോ? TU equal to ആ TU equal to അല്ല മനസ്സിലായി. T7 equal to T7 എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനിഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഗിവൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ ആണ്. സോ വി നീഡ് ടു കൺവേർട്ട് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ ടു 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ? അരവിന്ദ്, ഹലോ. അപ്പൊ നമുക്ക് അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാം? നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് T6 അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ തന്നിട്ടുള്ളത്? എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ. സോ അതിനുള്ള സ്റ്റെപ്പാണ് ആദ്യം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ തന്നിട്ടുള്ളത് നോക്ക്. എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ. അപ്പൊ എങ്ങനെയാ എഴുതാം? എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ. അഖിൽ, ഇതിന്റെ അകത്ത് T4 വരെയല്ലേ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു? T5 യൂസ് ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ സ്റ്റെപ്പില് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 11 T5 is equal to A of T4. Okay, step number 16 അടുത്തത് അഖിൽ. അഖിൽ മെസ്സേജ് ആണോ ട്ടാ? Yes, T7 is equal to 4 into I. T8 is equal to 4 into J. അപ്പൊ T9 എന്താണ്? T9 is equal to okay, so step number 16, which is T7 is equal to 4 into I. 17, step number 17, that is T8 is equal to 4 into J. Now 18th step എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T9 എന്നൊരു വേരിയബിൾ എടുത്തിട്ട് അവിടേക്ക് എന്താ അസൈൻ ചെയ്യാണ്? A of T7. Then 19th step എന്താ ചെയ്യുന്നത്? That is A of T7 is equal to here we are assigning this A8 ആണ്. A of T7 is equal to T9. ക്ലിയർ ആവുന്നുണ്ടോ ബോർഡ്? Is this clear? A of T7 is equal to T9 അല്ലേ? A of T7 is equal to T9. Then next step എന്താ ചെയ്യുക? വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A of J is equal to X ആണ്. Again we need to calculate എന്താണ്? T10 is equal to
4 into J. 21 സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? It is A of T10 is equal to A of T10 is equal to X. A of T10 is equal to X. 21st step it is A of T10 is equal to X. Okay, so if അടുത്തത് എന്താണ്? Here the loop ends ആണ്. Loop end while of 1 ലാണ് ഈ statements വരുന്നത്. Okay, so once it ends we need to again go back to ഏത് സ്റ്റെപ്പിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്? ഏത് സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്? go to ഏത് സ്റ്റെപ്പിലേക്കായിരിക്കും മൂവ് ചെയ്യാം? go to 5 ആണോ? yes, go to 5. 5ലേക്കല്ലേ പോവാ? while of 1 എന്ന് പറയുമ്പോൾ while of 1ന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നത് ഏതാണ്? സ്റ്റെപ്പ് നമ്പർ 5 ആണ്. സോ വൺസ് ഇത് ഈ ലൂപ്പ് എന്ത് ചെയ്യുമ്പോൾ again it needs to move to ഏതാണ്? I equal to I plus 1 എന്നുള്ള സ്റ്റെപ്പിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. സോ it is go to 5. ഓക്കെ, സോ സിമിലർലി യു റൈറ്റ് എന്താണ്? ഏത് സ്റ്റേറ്റ്മെന്റ്സിന്റെ എഴുതണം? x is equal to A of I is equal to A of n is equal to x. അതിന്റെയും 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വേഗം എഴുതിക്കോളൂ കേട്ടോ. എഴുതുമ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സ്റ്റെപ്പ് നമ്പർ എഴുതിയിട്ടുള്ളത് ആ ഗോ ടു റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര സ്റ്റെപ്പ് ആയിരുന്നു കിട്ടിയത്? ഔട്ട്പുട്ടിലുള്ള നമ്പർ ഓഫ് സ്റ്റെപ്സ് ഒന്ന് പറയാമോ? സ്റ്റെപ്പ് നമ്പർ വിഷ്ണുപ്രിയ? മിസ് കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തോണ്ടിരിക്കാം മിസ്. അടുത്ത ചെയ്ത അത്രയും പറയാനാണോ മിസ്? എത്ര സ്റ്റെപ്പ് കിട്ടി? ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ ഒന്ന് പറയാമോ? ലാസ്റ്റ് വരെ ആയില്ല, ചെയ്യുന്നുണ്ട്. അർജുൻ കിട്ടിയോ? 27 ആണോ വരുന്നത്? 30 വരില്ല? അല്ല, അത്ര ആയിട്ടുള്ളൂ. ഓക്കെ വേഗം ഫിനിഷ്. 30 വന്നു. ഓക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വേഗം ബാക്കിയുള്ളവർ.
Okay. Now we need to convert this set of statements to basic blocks. അപ്പോൾ ഇതിൽ എത്ര ബ്ലോക്സ് വരും? ഏതൊക്കെ സ്റ്റെപ്പ് നമ്പർ ആണ് ഒരു ബ്ലോക്കിൽ വരുന്നത്? മുബിൻ എന്താണ് ബേസിക് ബ്ലോക്കിന്റെ കണ്ടീഷൻ എന്താണ്? എന്താണ് ബേസിക് ബ്ലോക്കിന്റെ കണ്ടീഷൻ എന്താണ്? അജീന, ലീഡർ വേണം. പിന്നെ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് നമ്പർ ആണ് ലീഡർ ആയിട്ട് വരുന്നത്? Okay, so according to your condition എന്താണ്? The first statement is a leader. Okay, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 is a leader ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അടുത്ത ലീഡർ ആയിട്ട് വരുന്നത്? ആൻസർ അറിയാമെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറ. വരും സർ. 5 വരും. 5 വരും. റീസൺ എന്താണ്? ടാർഗറ്റ് ഓഫ് ഗോ ടു ഇസ് എ ലീഡർ ആണ്. ഓക്കെ, അപ്പം 1 to 4 വരെയുള്ളത് ഒരു ബ്ലോക്കാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ബ്ലോക്ക് ബിഗിൻ ചെയ്യുന്നത് ഏത് തൊട്ടാണ്? 5 തൊട്ട് 8 വരെ ഒരു ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഇസ് ക്ലിയർ? ഓക്കെ, അടുത്ത ബ്ലോക്ക് ചെയ്താ സോ ഒബിയസ്ലി എന്താണ്? 9 തൊട്ട് അടുത്ത ബ്ലോക്ക് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. റീസൺ എന്താണ്? The statement which follows a go-to is also a leader. Okay, so according to that particular condition എന്താണ്? 9 becomes a leader. Okay, so 9 തൊട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് വരെയായിരിക്കും? അത് മാത്രമല്ല, again here we have എന്താണ്? go to 9 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏത് നമ്പറിലാണ്? സ്റ്റെപ്പ് നമ്പർ 12 there is a statement called go to 9. അപ്പം 9 തൊട്ട് 12 വരെ വീണ്ടും എന്താണ്? ഒരു ബ്ലോക്ക് ആണ്. ഓക്കെ, ഇത് ക്ലിയർ? ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ ഇല്ലേ? മനസ്സിലായോ? ഓക്കെ, എഗെയിൻ എന്താണ്? 13 സ്റ്റെപ്പിൽ എന്താ തന്നിട്ടുള്ളത്? ഇഫ് I greater than j then go to 23. അപ്പം 23 തൊട്ടുള്ള ബ്ലോക്ക് 23 തൊട്ട് ഉള്ളത് ഒരു ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, സോ 23 എന്ന് പറയുന്നത് തൊട്ട് എന്തായിരിക്കും? ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ബ്ലോക്ക് ആണ്. ഓക്കെ, ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് 23ലേക്ക് പോവുക. ഫാൾസ് ആണെങ്കിൽ ഏത് സ്റ്റെപ്പിലേക്കായിരിക്കും പോകുന്നത്? 14 എന്നുള്ള സ്റ്റെപ്പിലേക്കായിരിക്കും പോകുന്നത്. സോ എഗെയിൻ 14 തൊട്ട് ഒരു ബ്ലോക്ക് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അത് അതായത് കണ്ടീഷൻ എന്താണ്? സ്റ്റെപ്പ് നമ്പർ 13 ഇഫ് I greater than j then go to 23 ആണ്. ഓക്കെ, സോ അവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ഒരു ബ്രാഞ്ചിങ് ആണ് നടക്കുന്നത്. അതായത് ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ ഇറ്റ് ഗോസ് ടു സ്റ്റെപ്പ് നമ്പർ 23. സോ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫാൾസ് ഇറ്റ് ഗോസ് ടു ഏത് സ്റ്റെപ്പ് നമ്പർ ആണ്? ഇറ്റ് ഇസ് 14 ആണ്. ഓക്കെ, അപ്പം 14 തൊട്ടുള്ളത് ഒരു ബ്ലോക്ക് ആയിട്ടും 23 തൊട്ടുള്ളത് ഒരു ബ്ലോക്ക് ആയിട്ടായിരിക്കും വരുന്നത്. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, സോ നൗ വി ക്യാൻ റെപ്രസെന്റ് എന്താണ്? ഇങ്ങനെയാണ് എന്ത് കൺവേർട്ട് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒരു പ്രോഗ്രാം ഫ്രാഗ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 3 address കോഡായിട്ട് ജനറേറ്റ് ചെയ്തു. ദെൻ വി നീഡ് ടു ജനറേറ്റ് ദി ബേസിക് ബ്ലോക്ക്. ദെൻ വി നീഡ് ടു കൺവേർട്ട് എന്താണ്? ഈ ബേസിക് ബ്ലോക്കിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ? നമുക്ക് ഫ്ലോ ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഫ്ലോ ഗ്രാഫിൽ എപ്പോഴും എന്താണ്? ആ ലൂപ്പിംഗ് കാര്യങ്ങളൊക്കെ ഏതിലായിരിക്കും വരുന്നത്? ഫ്ലോ ഗ്രാഫിലായിരിക്കും വരുന്നത്. ഓക്കെ,
സോ ഇതിൽ ഫ്ലോ ഗ്രാഫ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ബ്ലോക്ക് എന്താണ്? ഇറ്റ് ഈസ് B1 അല്ലേ? സോ ഹിയർ ഫോർ അവർ കൺവീനിയൻസ് ഞാൻ B1 B2 എന്നാണ് എഴുതുന്നത്. ആക്ച്വലി വി നീഡ് ടു റൈറ്റ് എന്താണ് B1 എന്നുള്ള ബ്ലോക്കിന്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സും കൂടി എഴുതണം. ഓക്കെ, സോ ദിസ് ഇസ് B1. Then B2, B1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ കൺട്രോൾ ഗോസ് ടു B2. Then B3, B3, B4, B4 എന്ന് here we have a branching ഏതിലേക്കായിരിക്കും വരുന്നത്? P5ലേക്ക്. If the condition is false, it goes to ഏതാണ്? P5. ഇവിടെ കണ്ടീഷൻ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. There is a flow from B4 to B5 or there is a flow to P6. Okay, ഇത്രയും ക്ലിയർ ആണോ ഇതിൽ? This is clear now? ക്ലിയർ ആണോ ഇല്ലേ? Okay, now here once എന്താണ് P2യുടെ കേസ്? P2 if it is true ആണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 8ൽ എന്താ എഴുതിയിട്ടുള്ളത്? again if T3 is equal to A of T2 ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും we need to go to ഏതിലേക്ക് പോകണം? സോറി, T3 less than A of T2 ആണെങ്കിൽ we need to go to 5 എന്ന് പറയുന്നത് again we need to ആ ബ്ലോക്ക് തന്നെയാണ്. Okay, so similarly ഇതിൽ നിന്നും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ we need to move to the same block. Okay, similarly B5 execute ചെയ്ത് കഴിഞ്ഞാൽ again we need to move to B2. Okay, so flow graph represent ചെയ്യുന്നത് എന്താണ്? Flow of execution from one block to another കൂടി ഏതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഫ്ലോ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. Okay, is it clear? പക്ഷേ അതായത് ഇഫ് കണ്ടീഷൻ ഒക്കെ വരുവാണെങ്കിൽ ഒരു ട്രൂവും ഫോൾസും കാണും അല്ലേ? ഇഫ് കണ്ടീഷൻ വരുവാണെങ്കിൽ ട്രൂ ഫോൾസും ആയിരിക്കും വരുന്നത്. ബട്ട് വൈൽ ലൂപ്പ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും സെയിം ബ്ലോക്കിലേക്ക് ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വൈലിനെ ഇതായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇഫിനൊക്കെ എഴുതിയിരിക്കുന്നത്. റീസൺ നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ ആണോ? ഇതിപ്പോ ക്ലിയർ ആയോ? ഫ്ലോ ഗ്രാഫ് ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ ബ്ലോക്കിലുമുള്ള ഇത്രയും നമ്മൾ കുറേ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് പഠിച്ചായിരുന്നു. ഓക്കെ, സോ ആ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് നമ്മൾ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ ബ്ലോക്കിൽ ആവശ്യമുണ്ടോ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ഓക്കെ, സോ ലോക്കൽ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ആണ്. ഓക്കെ, ലോക്കൽ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? What is local elimination? Local optimization. What is local optimization? എന്താണ് local optimization? അതിൻ്റെ അകത്ത് ഈ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഓവർ സ്മോൾ സെഗ്മെന്റ്സ് ഓഫ് കോഡ്. എന്താ ട്രാൻസ്ഫോർമേഷൻ ആർ അപ്ലൈഡ് ഓവർ സ്മോൾ സെഗ്മെന്റ്സ് ഓഫ് കോഡ്. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ഓവർ ലാർജ് സെഗ്മെന്റ്സ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, സോ ഇതില് വിത്തിൻ്റെ പെർട്ടിക്കുലർ ബ്ലോക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ലോക്കൽ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇതില് ഫസ്റ്റ് ബ്ലോക്ക് ഒന്ന് എടുത്ത് നോക്ക്. ഫസ്റ്റ് ബ്ലോക്കിൽ എന്തെങ്കിലും ഓപ്റ്റിമൈസ് ചെയ്യാനുണ്ടോ? ഇല്ല. സെക്കൻഡ് ബ്ലോക്കിൽ ഇല്ല. തേർഡ് ബ്ലോക്കിൽ ഇല്ല. ഫോർത്ത് ബ്ലോക്കിൽ കോമൺ സബ് എക്സ്പ്രഷൻ ഇല്ല. ഫിഫ്ത്ത് ബ്ലോക്കിലും സിക്സ്ത് ബ്ലോക്കിലും ചില സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്? B5 T6 ഈക്വൽ ടു 4 into I കാൽക്കുലേറ്റ് ചെയ്തു. T7 വീണ്ടും എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 into I ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ 4 into J 2 പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. അപ്പൊ നമുക്ക് അത് ഒരു പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്യാൻ യു ടു ഫോളോ മീ? Can you able to follow me?
ഇല്ല. മനസ്സിലായോ ഇല്ലേ? ഒന്നുകൂടെ പറഞ്ഞു. അതായത് ഇപ്പൊ നമുക്ക് കോമൺ സബ് എക്സ്പ്രഷൻ ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലോക്കൽ ഓപ്റ്റിമൈസേഷൻ ആണ്. ലോക്കൽ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തിൻ എ ബ്ലോക്കിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ, സോ B5 എന്നുള്ള ബ്ലോക്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്? സ്റ്റെപ്പ് നമ്പർ 14 തൊട്ട് 22 വരെയുള്ള ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് T6 is equal to 4 into I, x is equal to a of T6 ചെയ്തു. വീണ്ടും T7ലും എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 into I തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 4 into I എന്ന് പറയുന്നത് T6ലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, T7ലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സെയിം തന്നെയല്ലേ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? സെയിം വാല്യൂ തന്നെയല്ലേ? ഓക്കെ, സോ അതേപോലെ T8 is equal to 4 into J ചെയ്യുന്നു, അതേപോലെ T10 is equal to 4 into J ചെയ്യുന്നു. അപ്പോഴും സെയിം സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ എക്സ്പ്രഷനെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം കമ്പ്യൂട്ട് ചെയ്താൽ മതി, 2 പ്രാവശ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വി ക്യാൻ റീപ്ലേസ് എന്താണ്, വി ക്യാൻ എലിമിനേറ്റ് എന്താണ്? കോമൺ സബ് എക്സ്പ്രഷൻ. ഏത് എക്സ്പ്രഷൻസ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്? 4 into I എന്നുള്ള എക്സ്പ്രഷൻ. T7ൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ എലിമിനേറ്റ് ചെയ്യുക, അതേപോലെ T10ൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ നൗ അവർ സ്റ്റേറ്റ്മെന്റ് ബിക്കംസ് എന്തായിട്ട് കൺവേർട്ട് ആവും? നേരത്തെ ഉണ്ടായിരുന്ന എന്താണ്? T7 is equal to T6 is equal to 4 into I ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? X is equal to, അതിൽ ചേഞ്ച് ഒന്നുമില്ല, A of T6. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? വീണ്ടും T7 is equal to 4 into I ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ഏത് വേരിയബിളിലുണ്ട്? ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ T6. ഓക്കെ, സോ ആ സ്റ്റെപ്പ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദെൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? T8 കാൽക്കുലേറ്റ് ചെയ്യുക. T8 is equal to 4 into J. T8 is equal to 4 into J. Then T9 is equal to A of എന്തായിരിക്കും വരുന്നത്? T8. Then A of എന്താ എഴുതേണ്ട? അടുത്തത് എന്താ എഴുതണ്ടേ? എന്താ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് അവിടെ? A of T7. A of T7 is equal to T9 ആണുള്ളത്. പക്ഷെ T7ഉം T6ഉം സെയിം ആണ് അല്ലേ? A of T6. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതിയാൽ മതി? A of T6 is equal to T9. ഓക്കെ, സോ സിമിലർലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വീണ്ടും A of 10 കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്നില്ല, അതിന് പകരം എന്താണ്? A of 10 is equal to എന്താണ്? A of 10 is again equal to എന്താണ്? A of 8 ആണ്. ഓക്കെ, so we can write A of T8 is equal to X. Okay, go to 5 ആണ്. Go to 5 എന്നുള്ളത് ഏത് ബ്ലോക്ക് ആണ്? ബ്ലോക്ക് 2 ആണ്. So we can mention this as C2. ഓക്കെ, സോ ബ്ലോക്സ് ആയിട്ട് ഫ്ലോ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ തന്നെ ബ്ലോക്ക് ആയിട്ട് എപ്പോഴാണോ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളുടെ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സിനെയും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഗോ ടു സ്റ്റെപ്പ് നമ്പറിനെ ബ്ലോക്ക് നമ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ? ബ്ലോക്ക് എവിടുന്നൊക്കെ തുടങ്ങുന്നതെന്ന് പറയാം. ബ്ലോക്ക് പറഞ്ഞ മനസ്സിലായില്ല? 1 to 4 ഒരു ബ്ലോക്ക്. B1, പിന്നെ 5 തൊട്ട് 8 വരെ. B2. പിന്നെ ഈ ലിസൺ B2ല് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗോ ടു 5 നമ്മൾ എഴുതിയിട്ടില്ല. അതിന് പകരം എന്ത് എഴുതുക? ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗോ ടു B2 എന്ന് എഴുതുക. സെയിം ബ്ലോക്കിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്? ഓക്കെ, ദെൻ B3 എന്നുള്ളത് ഫ്രം 9 to 12. B4 ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. If I less than I greater than or equal to J എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. Then B5 എന്ന് പറയുന്നത് 14 to 22. B6 23 to 30. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ലോക്കൽ ഓപ്റ്റിമൈസേഷനിൽ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്.
ഓക്കെ. സോ സിമിലർലി എന്തും എലിമിനേറ്റ് ചെയ്യുക. ബ്ലോക്ക് B6 ഒന്ന് എലിമിനേറ്റ് ചെയ്തേ. B6 ഒന്ന് എലിമിനേറ്റ് ചെയ്തേ. അതിലുള്ള കോമൺ എക്സ്പ്രഷൻസ് ഒന്ന് എലിമിനേറ്റ് ചെയ്തേ. എത്ര സ്റ്റെപ്പാ കിട്ടിയത്? ചെയ്തായിരുന്നു അത് B6. വാട്ട്സ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ആർക്കെങ്കിലും കിട്ടിയോ? അത് ഡൗട്ട് ഉണ്ടോ അതിൽ? അർജുൻ ചെയ്ത് നോക്കൂ. റുബിൻ ആൻസർ കിട്ടിയോ? അതിനകത്ത് 4 സ്റ്റാർ ആയി 4 സ്റ്റാർ ആയി അല്ലേ എലിമിനേറ്റ് ചെയ്യുന്നത്? Then x is equal to a of t11. ആദ്യം t11 is equal to 4 into I. X is equal to a of t11. T12 is equal to 4 സ്റ്റാർ ആയി എലിമിനേറ്റ് ആവും. അത് ചെയ്യില്ല. ചെയ്തപ്പം T30 is equal to 4 സ്റ്റാർ n, പിന്നെ T40 is equal to a of T30, പിന്നെ a of T11 വരും. a of 11 is equal to T40, പിന്നെ T50 is equal to അത് ചെയ്യില്ല. അത് ഓൾറെഡി T13 പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആ സ്റ്റെപ്പിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? a of T13 is equal to x. ഓക്കെ. സോ ഓൾറെഡി നമുക്ക് 8 സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആഫ്റ്റർ ലോക്കൽ ഓപ്റ്റിമൈസേഷൻ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇസ് റെഡ്യൂസ്ഡ് ടു 6. രണ്ട് ബ്ലോക്കിലും അങ്ങനെയാണ്. 8 സ്റ്റേറ്റ്മെന്റ്സ് ആണ് മെയിൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നത്. അത് റെഡ്യൂസ്ഡ് ടു 6 ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ഇത്? അപ്പൊ നാളെ നമുക്ക് ഇതിന്റെ ഗ്ലോബൽ ഓപ്റ്റിമൈസേഷൻ നോക്കാം. ഓക്കെ.
ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ബ്ലോക്കിലുള്ള വേരിയബിൾസ് നോക്കിയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഓക്കെ, അറ്റൻഡൻസ് ആദിൽ. ആദിലിന് മനസ്സിലായോ അതിൽ? അഭിജിത്ത് ഇല്ലല്ലോ, അക്ഷര ഇല്ല, അഞ്ജലി, അഞ്ജു, ആൻഡോ, ആൻഡോ ഇല്ല, അപർണ ഡി, അപർണ പ്രതാപ്. മിസ് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ലെഫ്റ്റ് ആയതാണ്. ഓക്കെ, അരവിന്ദ്. ആരം, അർജുനുണ്ട്, ബിറ്റു, ജീവൻ, ജോസ്വിൻ, കൃഷ്ണരാജ്, മാധവ്. മിസ് മാധവ് ഉണ്ടായിരുന്നു, ആ, ഇപ്പൊ നെറ്റ് കട്ടായിരുന്നു. മറിയം, ഉണ്ട് മിസ്സേ. മെർലിൻ, Present, miss. മുബിൻ, ഹാഫിസ്, റുബിൻ, നജ്മ, Present, miss. നൗറിൻ, പാർവതി, Present, miss. സാന്ദ്ര, Present, miss. ശ്രീപ്രസാദ്, ശ്രുതി, വിഷ്ണുപ്രിയ, പ്രസന്റ് മിസ്. അജീന, പ്രസന്റ് മിസ്. അഖിലില്ല. അഖിൽ നേരത്തെ വിളിച്ചപ്പോ എവിടെയായിരുന്നു അഖിൽ? ജോസ്മി, പ്രസന്റ് മിസ്. പ്രസന്റ്. ഓക്കെ ജോസ്മി, കണ്ടില്ല. ഓക്കെ, സോ വി കൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. താങ്ക് യു.